ഹായ് ഹലോ, ഞാൻ ഇന്ന് ഗരം മസാല റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. ഗരം മസാല എത്ര കാലം സൂക്ഷിക്കാം, അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്നുള്ളൂ. അതെന്താ കാരണം എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ടീസ്പൂൺ കണക്ക് പറയാം, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. 2 ടീസ്പൂണോളം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു 25 ഏലക്ക, 5 കാഡമം, 2.5 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക്, പിന്നെ ഒരു 15 ഗ്രാം ഉണ്ടാവും, ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ പട്ട എടുത്തിട്ടുണ്ട്, 3 തക്കോലം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഒരു ബേ ലീഫ്, പിന്നെ ഒരു 4 ജാതിപത്രി, പിന്നെ 3 വറ്റൽമുളക്. ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ മെയിനായിട്ട് വേണ്ടത് 4 സാധനങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെരിഞ്ജീരകം, നമ്മുടെ ഗ്രാമ്പൂ, പട്ട, അതുപോലെ ഏലക്ക. ഇത് 4 മെയിനായിട്ട് വേണം. പിന്നെ ഉള്ളതൊക്കെ സൈഡാണ് കേട്ടോ. ഇത്രയും ആഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഗരം മസാല ഭയങ്കര റിച്ച് ആയിരിക്കും കേട്ടോ. ചിലരാണെങ്കിൽ മല്ലി ഇടാറുണ്ട്, ചെറിയ ജീരകം ഇടാറുണ്ട്. ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ. നമുക്കിതൊക്കെ കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യണതിൻ്റെ പിന്നിൽ 3 കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വഴിയെ മനസ്സിലാക്കാവേ. ഇനി നമുക്കൊരു പാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇല്ലേ, അത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. സെപ്പറേറ്റ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ, ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം. ഈ സ്പൈസസിൻ്റെ ഉള്ളിൽ ഓയിൽ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ. ഓയിൽ റിലീസ് ആവാൻ വേണ്ടിയാണ് നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ ഈർപ്പം മുഴുവൻ പോയി കിട്ടും. സോ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും. ഏകദേശം 1 വർഷത്തോളമൊക്കെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ 2 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കുറഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാലയാണ് ഗരം മസാല. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഒരു 2 മാസത്തേക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. 2 മാസത്തിൽ കൂടുതൽ വെക്കുമ്പോൾ ഇതിൻ്റെ രുചിയും മണവും ഗുണവും ഒക്കെ കുറയും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കാൻ പറയുന്നത് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും കുറച്ച് ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബേ ലീഫൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ. നമ്മൾ നേരെ വേറൊരു പാത്രത്തിലോട്ട് ഇടണം, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇത് ഞാനിതൊക്കെ ഇല്ലേ ഒരു പാത്രത്തിലിട്ട് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. വേഗം ചൂടൊക്കെ മാറി മിക്സിയുടെ ജാറിലിട്ട് പൊടിപ്പിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാതിപത്രിയൊക്കെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റണം. മിക്സിയുടെ ജാർ നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കണം കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ വെയിലത്ത് വെച്ച് കേട്ടോ ഈ മിക്സിയുടെ ജാറ് വെള്ളം ഇല്ലാണ്ടിരിക്കാൻ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിപ്പിച്ചിട്ട് വരാം. ഒരു കുഞ്ഞ് തരികളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഗരം മസാലയ്ക്ക് ഇതേ പൊടിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ട് അങ്ങോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഗരം മസാലയ്ക്ക് ഇങ്ങനെ ഒരു കളർ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ കളറും ചേഞ്ച് ചെയ്ത് വരും കേട്ടോ. എനിക്കിത് ഇത്രയാണ് കിട്ടിയത് കേട്ടോ. ഞാനിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി വേറൊരു ബോട്ടിൽ കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണവും മണവും ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.